ഹായ് ഡിയർ ഫ്രണ്ട്സ് യൂട്യൂബ്. എൻ്റെ പല വീഡിയോസിൻ്റെയും പല വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സിൽ ഒരുപാട് പുതിയ ആളുകൾ വന്നിട്ട് എൻ്റെ കോൺടാക്റ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എൻ്റെ പേഴ്സണൽ നമ്പർ യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. 1-2 പേർക്ക് മാത്രമാണ് എൻ്റെ നമ്പർ യൂട്യൂബിലുള്ളത്. അത് അത്രയും എനിക്ക് സേഫാണ് എന്ന് തോന്നുന്നവർക്കാണ് ഞാൻ ആ നമ്പർ കൊടുത്തിട്ടുള്ളത്. ലൈവിൽ വരുമ്പോഴും ഒരുപാട് പേർ വന്നിട്ട് ഇങ്ങനെ എൻ്റെ പേഴ്സണൽ കോണ്ടാക്ട്സ് ചോദിക്കാറുണ്ട്. ഞാൻ യൂട്യൂബിൽ ലൈവിലൊക്കെ നിൽക്കുന്നതും നിങ്ങളോട് യൂട്യൂബിൽ സംസാരിക്കുന്നതും എല്ലാം വളരെയധികം ശ്രദ്ധയോടു കൂടിയാണ്. കാരണം എൻ്റെ ഈ ചാനൽ എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സിൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട എല്ലാവരും തന്നെ വാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ഇതിൽ ലൈവ് ചെയ്യുന്നതായിരുന്നാലും ഇതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരുന്നാലും. കാരണം നമുക്കൊക്കെ ഈ സൊസൈറ്റി അനുശാസിക്കുന്ന മാനദണ്ഡങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. അതിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ലൈഫ് വേറെ, ലൈവ് വേറെ, യൂട്യൂബ് വേറെ, എൻ്റെ ജീവിതം വേറെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് എൻ്റെ നമ്പേഴ്സ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് എന്തുകൊണ്ടെന്നാൽ അതെൻ്റെ പേഴ്സണൽ റെസ്ട്രിക്ഷൻസ് കൊണ്ട് തന്നെയാണ്. അതിൽ നിങ്ങളാരും എന്നോട് പിണക്കമോ വിരോധമോ ഒന്നും വെക്കരുത്. അപ്പോൾ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു, എന്താണ് എൻ്റെ ഈ നമ്പർ കൊണ്ട് നിങ്ങൾക്കുള്ള ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. കാരണം പല ആവശ്യങ്ങൾക്കും നമ്പേഴ്സ് പലരും ആവശ്യപ്പെടാമല്ലോ. അപ്പോൾ എനിക്ക് 1-2 പേരോട് അങ്ങനെ ചോദിക്കണം എന്ന് തോന്നി. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് അഡ്വൈസസ് എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. അപ്പം എന്നോട് അവർക്ക് അവരുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിനൊരു വഴി കണ്ടുപിടിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും സംസാരിക്കുന്നതും. ഞാനിതിൽ എൻ്റെ ഇമെയിൽ ID നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. ആ ഇമെയിൽ വഴി നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, എന്നോട് പലരും പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ഈ സംസാരിക്കുന്ന വിഷയം എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കുമോ, അതോ മെയിൽ വഴി നിങ്ങളോട് എനിക്ക് മറുപടി പറയണമോ? ഞാൻ ഓപ്പണായിട്ട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കുകയും അതിൽ എനിക്കുള്ള അഭിപ്രായങ്ങളും അഡ്വൈസസും പറയുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അവരുടെ പേര് വെളിപ്പെടുത്താതെ പറയുന്നത് കൊണ്ടൊരു വിഷമമില്ല. ചിലർ പറഞ്ഞു ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്ക് എന്നോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും സൊസൈറ്റിയിലുള്ളവർക്ക് ഒരു അവയർനെസ് ഉണ്ടാകുന്നെങ്കിൽ അത് ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഇമെയിൽ ID ഞാനിവിടെ തരികയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് മെയിൽ ചെയ്യാം. ഞാൻ എൻ്റെ സമയമനുസരിച്ച് മെയിൽ നോക്കുകയും അത് പുറത്ത് നിങ്ങളോടൊക്കെ സംസാരിക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് നിങ്ങളോട് ഓപ്പൺ വീഡിയോയിൽ വന്ന് സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ മെയിലിലൂടെ അതിനുള്ള മറുപടി തരികയും ചെയ്യും. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അപ്പോൾ എൻ്റെ മെയിൽ ID ഞാനിതിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട്, sindhukrishna44@gmail.com. അപ്പോൾ എല്ലാവരും എൻ്റെ മെയിലിൽ വരൂ, നമുക്ക് സംസാരിക്കാം. താങ്ക് യു.